ഞാൻ സുമ ടീച്ചർ, സുമ ശിവദാസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചെത്തുമാങ്ങയാണ്. ചെത്തുമാങ്ങ എല്ലാവരുമൊക്കെ വീടുകളിൽ ഇടുന്നതാണ്. അത് മാങ്ങാക്കാലം കഴിയാറായിപ്പോയി. ഞാൻ ചെത്തുമാങ്ങയും കൊണ്ട് വരുമ്പോൾ അല്ലേ, മാങ്ങാക്കാലം തീരാറായി വരികയാണ്. ഞാൻ നേരത്തെ ചെത്തുമാങ്ങ ഇട്ടിട്ടുണ്ട്. ഇന്നൊരെണ്ണം നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാൻ വേണ്ടി ഞാൻ ഒരു ചെത്തുമാങ്ങ തന്നെയാണ് ഇന്ന് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ഗുണം എന്നാന്ന് ചോദിച്ചാൽ, നല്ല നാട്ടുമാങ്ങയായത്, വൈക്കത്തൊരു വീട്ടിലെ മാങ്ങയാണ്, ഞങ്ങൾക്ക് ഇന്നലെ കൊണ്ടു തന്നതാണ്. അപ്പോൾ ഇത് ചെത്തുക എന്ന് പറഞ്ഞാൽ എല്ലാ മാങ്ങാക്കറിയും ചെത്തിയും അരിഞ്ഞും ഒക്കെ തന്നെയാണ് നമ്മൾ ഇടുന്നത്. പക്ഷെ ഇതിനെയാണ് ചെത്തുമാങ്ങ എന്ന് വിളിക്കുന്നത്. കാരണം ചെത്തുന്നത് ഇങ്ങനെയാണ്. ഇത് കണ്ടോ, ഇതിന് പുളിയുണ്ട് കേട്ടോ, പുളിയുണ്ട്, മധുരവും കുറേശ്ശെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ പുളിയും മധുരവും കൂടെ ഉള്ള മാങ്ങാക്കറിയും കഴിക്കാൻ വളരെ നല്ലതാണ്. നോക്കൂ, ഇങ്ങനെയാണ് ചെത്തുമാങ്ങയ്ക്ക് നമ്മൾ ചെത്തുന്നത്. കുഞ്ഞി കുഞ്ഞി കഷ്ണങ്ങളായിട്ട് ചെത്തി 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 ഇത് മുഴുവൻ ഇങ്ങനെ വട്ടത്തിൽ ചെത്തിക്കൊണ്ടുവരും. എല്ലാം ഒരുപോലെയൊന്നും ഇരിക്കുകയില്ല. ഇങ്ങനെ ഇങ്ങനെ അങ്ങ് ഇടും. ഉണ്ടോ? ഇപ്പം മനസ്സിലായല്ലോ എങ്ങനെയാണ് ചെത്തേണ്ടതെന്ന്. ഇങ്ങനെ ചെത്തുമാങ്ങയ്ക്ക് ചെത്തിയിടുന്നത് കൊണ്ട് രണ്ടുണ്ട് ഗുണം. ഒന്ന്, ഇത് എളുപ്പം കഴിക്കാം, നമുക്ക് ഒരാഴ്ച വെച്ചാൽ മതി. നേരത്തെ പറഞ്ഞ രണ്ട് ഗുണത്തിലൊന്ന് എന്താ, മാങ്ങയുടെ ഒട്ടും പോകില്ല, മുഴുവൻ മാങ്ങയും നമ്മുടെ കൂട്ടത്തിലോട്ടിങ്ങ് പോരും. ഇത് കണ്ടോ, മാങ്ങയുടെ ആ ഞെടുപ്പ് പോലും നമ്മൾ ഇവിടെ വെച്ചിട്ട് തന്നെ. അപ്പോൾ ഒട്ടും നമുക്ക് മാങ്ങയുടെ ചൊനയും നഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഒത്തിരി ഒത്തിരി നഷ്ടങ്ങളെ നമുക്ക് കുറയ്ക്കാം ഇങ്ങനെ ഇടുമ്പോൾ. ഇതാണ് മാങ്ങാണ്ടി. നോക്കൂ, ഇത് കഷ്ടിച്ച് 1 കിലോ മാങ്ങയാണ് ഞാൻ എടുത്തത്. അപ്പോൾ 1 കിലോ മാങ്ങ എടുത്തിട്ട് ഇന്ന് ഞാൻ മുളകും ഉലുവയും കായവും ചേർക്കുന്നില്ല. ഇതിൻ്റെ വെള്ളം മുഴുവനും പുറത്തേക്ക് ഇറങ്ങി വരണം. ഉപ്പിനകത്ത് ഉപ്പിട്ട് വെച്ച്, മറ്റേ ഏത് തരം മാങ്ങയ്ക്കാണെങ്കിലും അരിഞ്ഞിടുകയാണെങ്കിൽ നമ്മൾ ഒരു ദിവസം അരിഞ്ഞിട്ട് ഉപ്പ് പുരട്ടി ഒരു രാത്രി മുഴുവനും വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ അതിൽ നിന്ന് കുറേ ഏറെ വെള്ളം ഇറങ്ങി വന്നിരിക്കും, മാങ്ങയുടെ വെള്ളം, ഈ ഓസ്മോസിസ് വഴി. അപ്പോൾ നമുക്ക് ബാക്കി വേണ്ട സാധനങ്ങളെല്ലാം ചേർക്കാം. ഈ മാങ്ങ ഇടാൻ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഒന്നും വേണ്ട, കടുക് വറക്കുകയോ ഒന്നും വേണ്ട. 1 മാങ്ങ, 2 ഉപ്പ്, 3 മുളക് പൊടി, 4 ഉലുവാപ്പൊടി, 5 കായപ്പൊടി, ഇത്രയും മാത്രം മതി. അപ്പോൾ ഇത് എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡിയാണ്. പക്ഷേ ഒരു ദിവസത്തേക്ക് ഞാനിത് ഉപ്പിട്ട് വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ബാക്കിയുള്ള ദിവസം അടുത്ത ദിവസമേ കാണിച്ചു തരുള്ളൂ. ഇതിപ്പം 1 കിലോ അടുത്തേ ഉള്ളൂ. മുളകും ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് 100 ഗ്രാമിന് തൊട്ടടുത്ത്, ഇച്ചിരി പുറകോട്ട് പിടിക്കും. ബാക്കി ശകലം കൂടെ വേണം, അത് ഞാൻ നാളെ ചേർക്കുന്നതായിരിക്കും. കുറച്ചുള്ളത് കൊണ്ട് നമുക്ക് ലെയർ ഒന്നും ഇടണ്ട. ഇങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു ഇന്നത്തെ പണി. എന്താ, ഉപ്പിട്ട് കെട്ടി മൂടി അടച്ചു വയ്ക്കും. അത് കഴിഞ്ഞിട്ട് നാളെ നേരത്തോട് നേരം കഴിയുമ്പം ഇത് ഒരുമാതിരി മൂടാൻ മാത്രം വെള്ളം വന്ന് കാണും. ഇപ്പം നമ്മൾ വേറെ ഒന്നും ഇടണ്ട, എണ്ണയൊന്നും ഒഴിച്ച് കളയരുത്, ഉപ്പ് മാത്രം. ഏകദേശം ഈ അളവിൽ, പറഞ്ഞ അളവിൽ, അതായത് 1 കിലോ മാങ്ങയുണ്ടെങ്കിൽ 80-90 ഗ്രാം ഉപ്പിട്ട് വയ്ക്കാം. ബാക്കി 10-15 ഗ്രാം വേണമെങ്കിൽ അത് നാളെ ഇടാം. ഇനി ഇത് കെട്ടി വയ്ക്കാം. നമുക്ക് കെട്ടി വയ്ക്കാനും ഒരു കണ്ടോ, ഇങ്ങനെ ഇത് മതി, നല്ല ടൈറ്റാണ്. അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് 24 മണിക്കൂർ കഴിഞ്ഞു ഇത് കെട്ടി വെച്ചിട്ട്. വെറുതെ ഉപ്പിട്ട് കെട്ടി വെച്ചിരിക്കുകയാണ്. റബ്ബർ ബാൻഡ് ഇട്ടിട്ടേ ഉള്ളൂ. ഇത് കണ്ടോ, വെള്ളം, പൂരം വെള്ളം വന്നിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചൊരു മധുരം ഉള്ളത് കൊണ്ട് ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് നോക്കട്ടെ ആദ്യം. ഉപ്പുണ്ട് പാകത്തിന്. ഇനി ഇതിലേക്ക് ഒരു
60-70 ഗ്രാം നിങ്ങളുടെ ഇഷ്ടം പോലെ മുളക് പൊടി. ഇത് 2 മുളകും കൂടെ ഒരുമിച്ച് പൊടിച്ചതാണ്. പിരിയൻ മുളകും സാധാരണ നല്ല എരിവുള്ള വറ്റൽമുളകും കൂടെ ഒന്നിച്ച് പൊടിച്ചതാണ്. മുളക് അവരവരുടെ വീട്ടിലേക്ക് താങ്ങാവുന്ന അത്രയും ചേർക്കാവുള്ളൂ കേട്ടോ. ഞങ്ങൾ സാധാരണ കണ്ണിമാങ്ങയ്ക്കും ഒക്കെ ചേർക്കുന്നത് കഴുകി വെയിലത്ത് വെച്ച് ഉണങ്ങിയ മുളക് പൊടിച്ച് ഫ്രിഡ്ജിനകത്ത് പല പാക്കറ്റുകളിലാക്കി ഇട്ടേക്കും. ആവശ്യമുള്ളപ്പം ഇങ്ങോട്ടെടുക്കും. അത് തീരാറാവുമ്പോഴത്തേക്ക് മിക്കവാറും വെയിൽ വരുന്ന, അതായത് ഒരു സെപ്റ്റംബർ ഒക്ടോബറൊക്കെ ആകും. അപ്പോൾ വീണ്ടും ഇതുപോലെ 3 കിലോ അല്ലെ 4 കിലോ എടുത്ത് വെച്ചിരുന്നാൽ നമുക്ക് ആവശ്യത്തിന് ഇഷ്ടം പോലെ തോന്നുമ്പോൾ എല്ലാ അച്ചാറും ഉണ്ടാക്കാം. ഇത് ഉലുവപ്പൊടിയാണ് കേട്ടോ. ഉലുവായും നല്ലപോലെ വെയിലത്ത് വെച്ച് കഴുകി ഉണങ്ങി പൊടിച്ചതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്പൂൺ 1.5 സ്പൂൺ ധാരാളം മതി. ഇത് കായം പൊടിച്ചതാണ്. കായം വീട്ടിൽ തന്നെ പതുക്കെ ഒന്ന് പൊള്ളിച്ച് ചക്കല എണ്ണ പുരട്ടി ഒന്ന് പൊള്ളിച്ച് അങ്ങനെ 2-3 തിരിച്ചും മറിച്ചും പൊള്ളിച്ചെടുത്തിട്ട് ഇത് ചേർക്കും. ഇതൊരു 1/4 ടീസ്പൂൺ മതി. അതിൽ കൂടുതലിൻ്റെ ആവശ്യമില്ല. അതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന്. അച്ചാറുകൾക്ക് എപ്പോഴും ഓർത്തോളണം, അവനവൻ്റെ വീട്ടിലെ ആവശ്യത്തിനേ മുളകിടാവുള്ളൂ. മുളക് നമുക്ക് താങ്ങാൻ പറ്റാതെ വരും. ഇപ്പോൾ വെള്ളമൊക്കെ ഇത് മതി. നാളത്തേക്ക് ഒരല്പം കൂടെ വെള്ളം വരും. അപ്പം മൂടൽ ശരിയാകും. കഷ്ണം മൂടിയില്ലെങ്കിലും അത് മതി. ഇത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ ഒരിക്കലും പൂപ്പലൊന്നും വരില്ല. കുറച്ചായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി ഇത്രയും നല്ല മാങ്ങ കിട്ടിയില്ലെങ്കിലും അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാമെന്നൊരു എളുപ്പമുണ്ട് ഇതിന്. അതാണ് ചെത്തുമാങ്ങയുടെ ഗുണം. ഇത് ഞാനിനി വേറൊരു രീതി ചെയ്തത് കാണിച്ചു തരാം. ഇതിന് നമ്മൾ കണ്ടില്ലേ, കുറച്ച് ചനച്ച മാങ്ങയായിരുന്നു, പക്ഷേ ഒട്ടും മധുരമില്ല. ആവശ്യത്തിന് പുളി ഉണ്ട് താനും. പുളിയും ഉപ്പും കായവും ഉലുവായും. ഇതാണ് ചെത്തുമാങ്ങാക്കറി. ഇനി നമുക്ക് വേറൊരു ചെത്തുമാങ്ങ ഞാൻ കാണിക്കാം. പച്ചമാങ്ങ കൊണ്ടിട്ടത്. ഇതിനും വെള്ളം ചേർത്തിട്ടില്ല സത്യത്തിൽ, പക്ഷേ ഇതിലൊരു മായം ചേർത്തിട്ടുണ്ട് ഞാൻ. ഇത് ഞങ്ങൾ കഴിച്ചു തുടങ്ങിയ ചെത്തുമാങ്ങയാണിവിടെ. ഇത് പച്ചമാങ്ങ കൊണ്ട്, നല്ല നാടൻ മാങ്ങയായിരുന്നു, പച്ചമാങ്ങ കൊണ്ട് തൽക്കാലത്തേക്ക് ഇട്ടതാണ്. ഇത് കണ്ടോ, ബാക്കി ഞങ്ങൾ കൂട്ടി തീർത്തതാണ്. ഇതൊരു 1.5 ആഴ്ചയായി കാണുള്ളൂ ഇത് ഇട്ടിട്ട് വെച്ചിട്ട്. ഇതിലേക്ക് ഒരല്പം ഈ പറഞ്ഞതെല്ലാം ഉണ്ട്. പാകത്തിന് ഉപ്പ്, മുളക് പൊടി, ഉലുവപ്പൊടി, കായപ്പൊടി, മാങ്ങ 5 കൂട്ടം അതുണ്ട് തരും. പക്ഷേ ഇതിൽ കുറച്ച് കടുക് കൂടെ ഇട്ടിട്ടുണ്ട്. കുറച്ച് കടുക് ഇവിടെ പൊടിച്ചതിരുന്നു. പൊടിച്ച കടുകും കൂടി കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇതിലോട്ട് തട്ടി. അതൊരു നല്ല മേമ്പൊടിയായിപ്പോയി. കാരണം ഇതിന് വേറൊരു ചെറിയ രുചി മാറി. നല്ല ഒരു അച്ചാറാണ് ഇതും. ഇപ്പം നിങ്ങൾ 2 തരം ചെത്തുമാങ്ങ ഇപ്പം കണ്ടു. ഞങ്ങളൊക്കെ ഈ 2 തരം ചെത്തുമാങ്ങയും രുചിച്ചു നോക്കി. രണ്ടിനും 2 രുചി. കാരണം എന്നാ, ഇതിൽ കുറച്ച് കടുക് പൊടി ഇരുന്നത് കളയണ്ട, ഇരിക്കട്ടെ, എങ്ങനെ ഇരിക്കുമെന്നറിയാം എന്ന് വിചാരിച്ച് ഞാൻ ഇതിൽ ചേർത്തു. ഇതിനും നല്ല സ്വാദാണ്, ഇതിന് മറ്റൊരു നല്ല സ്വാദാണ്. അതാണ് പാചകത്തിലെ ഒരു അത്ഭുതം. ശരിക്കും ഒരു മാജിക്കാണ് ഈ പാചകമെന്ന് പറയുന്നത്. കാരണം ആ കടുക് പൊടി കുറച്ചിട്ടപ്പോൾ ഇതിന് വേറൊരു സ്വാദായി മാറി. മാങ്ങയും വേറെയാണ്, അല്പം സ്വാദ് വ്യത്യാസം ഉണ്ട്. നല്ല സ്വാദാണ് ഇതിനും. ഒരു കടുക് മാങ്ങയെ എവിടെയോ എപ്പോഴോ ഒന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യും. എന്ന് വെച്ച് കടുമാങ്ങയുടെ രുചിയാണെന്നല്ല, ഇത് മറ്റൊരു ചെത്തുമാങ്ങയുടെ രുചി തന്നെ. അപ്പോൾ ഈ ചെത്തുമാങ്ങ എന്ന് വിളിക്കുന്നത് ചീളുകളായിട്ട് ചെത്തി മാങ്ങ ഇട്ടിരിക്കുകയായിരുന്നേ. ഇതുപോലെയൊക്കെ നിങ്ങൾക്കും നന്നായിട്ട് പാകം ചെയ്യാൻ ആകട്ടെ. നന്ദി, നമസ്കാരം.